എല്ലാ കൂട്ടുകാർക്കും മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദ്യം: ഭാരതീയ കാവ്യ സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ വിമർശനം നടത്തിയ നിരൂപകൻ ആര്? ഉത്തരം: എം.പി. ശങ്കുണ്ണി നായർ. അടുത്ത ചോദ്യം: ഗോപുരനടയിൽ എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം: എം.ടി. വാസുദേവൻ നായർ. അടുത്ത ചോദ്യം: ദേവകി ബഹൻ എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഉത്തരം: അഗ്നിസാക്ഷി. അടുത്ത ചോദ്യം: നിരണം വൃത്തം എന്നറിയപ്പെടുന്ന വൃത്തമേത്? ഉത്തരം: ദീർഘതരംഗിണി. അടുത്ത ചോദ്യം: മനുഷ്യരാശിയുടെ അവസാനത്തെ അവശേഷിപ്പുകളായ സ്ത്രീയും പുരുഷനും യുദ്ധത്തിലും രതിയിലും ഏർപ്പെടുന്നതായി ചിത്രീകരിച്ച ഒ.വി. വിജയന്റെ കഥ ഏത്? ഉത്തരം: പാറകൾ. അടുത്ത ചോദ്യം: നിഷാദപുരാണം എന്ന കൃതി അന്വേഷിച്ച് നടക്കുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആര്? ഉത്തരം: സേതു. അടുത്ത ചോദ്യം: കവിതയിൽ ഒരു വിതയുണ്ട് എന്ന് പറഞ്ഞ കവി ആര്? ഉത്തരം: കുഞ്ഞുണ്ണി മാഷ്. അടുത്ത ചോദ്യം: ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏത്? ഉത്തരം: 1889. അടുത്ത ചോദ്യം: മാർത്താണ്ഡവർമ്മ പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏത്? ഉത്തരം: 1891. അടുത്ത ചോദ്യം: ധർമ്മരാജ പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏത്? ഉത്തരം: 1913. അടുത്ത ചോദ്യം: രാമരാജ ബഹദൂർ പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏത്? ഉത്തരം: 1918. അടുത്ത ചോദ്യം: പൂഞ്ചോലക്കര ഇടത്തിലെ കല്യാണിയമ്മ കാശിയിൽ വെച്ച് ചിത്രകാരനായ രാമൻ മേനോനുമായി ബന്ധപ്പെടുന്ന പ്രമേയമുള്ള ആദ്യകാല നോവൽ ഏത്? ഉത്തരം: ശാരദ. അടുത്ത ചോദ്യം: തോറ്റം പാട്ടുകളിലെ തോറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: സ്തുതി. അടുത്ത ചോദ്യം: ചോനകക്കുതിരയെ ചേണാട്ടു വിറ്റാല് ആനയച്ചുടനായിരം കിട്ടലാം. ഏത് കൃതിയിലെ വരികളാണിവ? ഉത്തരം: ഉണ്ണിയച്ചി ചരിതം. അടുത്ത ചോദ്യം: മാപ്പിളപ്പാട്ടിലെ പ്രാസം ഏതാണ്? ഉത്തരം: കമ്പി. അടുത്ത ചോദ്യം: അർണോസ് പാതിരി രചിച്ച വൊക്കാബുലേറിയം മലബാറിക്കോ ലൂസിത്താനം എന്ന മലയാളം പോർച്ചുഗീസ് നിഘണ്ടു പരിഷ്കരിച്ച് പ്രസിദ്ധപ്പെടുത്തിയത് ആര്? ഉത്തരം: ഉലഹന്നാൻ മാപ്പിള. അടുത്ത ചോദ്യം: അടൂരിൻ്റെ ചലച്ചിത്രയാത്രകൾ ആരുടെ കൃതിയാണ്? ഉത്തരം: എം.എഫ്. തോമസ്. അടുത്ത ചോദ്യം: ദേശീയ ഭാവനയുടെ ഹർഷമൂല്യങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം: പി.എസ്. രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം: ഉടലിൻ്റെ താരസഞ്ചാരങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം: സി.എസ്. വെങ്കിടേശ്വരൻ. അടുത്ത ചോദ്യം: ചിത്രം ചലച്ചിത്രം ആരുടെ കൃതിയാണ്? ഉത്തരം: മങ്കട രവിവർമ്മ. അടുത്ത ചോദ്യം: കാലമതിൻ്റെ കനത്ത കരം കൊണ്ട് ലീലയാലൊന്നു പിടിച്ചു കുലുക്കിയാൽ പാടെ പതറിക്കൊഴിഞ്ഞുപോം ബ്രഹ്മാണ്ഡ പാദപപ്പൂക്കളാം താരങ്ങൾ കൂടിയും. ഈ വരികളിലെ വൃത്തം ഏതാണ്? ഉത്തരം: കാകളി. അടുത്ത ചോദ്യം: എണ്ണപ്പാടം എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം: എൻ.പി. മുഹമ്മദ്. അടുത്ത ചോദ്യം: ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം: പി.കെ. ബാലകൃഷ്ണൻ. അടുത്ത ചോദ്യം: ആവിലായിലെ സൂര്യോദയം ആരുടെ നോവലാണ്? ഉത്തരം: എം. മുകുന്ദൻ. അടുത്ത ചോദ്യം: നിറമുള്ള നിഴലുകൾ ആരുടെ നോവലാണ്? ഉത്തരം: വിലാസിനി. അടുത്ത ചോദ്യം: ഭ്രാന്തനും ഭസ്മാസുരനും ആരുടെ കൃതിയാണ്? ഉത്തരം: ചെറിയാൻ കെ ചെറിയാൻ. ചെറിയാൻ കെ ചെറിയാൻ്റെ കവിതയാണ് ഭ്രാന്തനും ഭസ്മാസുരനും. അടുത്ത ചോദ്യം: ഇന്ത്യൻ സ്കെച്ചുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം: സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ്റെ കവിതയാണ് ഇന്ത്യൻ സ്കെച്ചുകൾ. അടുത്ത ചോദ്യം: കർട്ടൻ ആരുടെ കൃതിയാണ്? ഉത്തരം:
NN പിള്ള. NN പിള്ളയുടെ നാടക പഠന ഗ്രന്ഥമാണ് കർട്ടൻ.